നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ കോഴ്സ് സബ്ജക്റ്റായ ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചലച്ചിത്ര കലയുടെ ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ചലച്ചിത്രകല എന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള ഒരു കലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ചലച്ചിത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയുവാൻ ഏവർക്കും ആഗ്രഹമുണ്ട്. ചലച്ചിത്രം എന്ന കല ഫോട്ടോഗ്രഫിയുടെ ഉത്ഭവത്തോടെയാണ് സംഭവിച്ചത് എന്നതാണ് ചരിത്രം പറയുന്നത്. അതായത് ഫോട്ടോഗ്രഫിയുടെ തുടർച്ചയായിട്ടാണ് ഈ കലാരൂപം ലോകത്തിൽ സംഭവിച്ചത്. ഈ കലാരൂപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഫ്രാൻസിൽ ജനിച്ചു വളർന്ന ലൂമിയർ സഹോദരന്മാർ എന്ന വ്യക്തികളാണ്. ഈ വ്യക്തികൾ ഫ്രാൻസിൽ ബൈസനിൽ ജനിച്ച ലാമാർട്ടിനിയർ എന്ന പ്രശസ്തമായിട്ടുള്ള ടെക്നിക്കൽ സ്കൂളിലാണ് ഇവർ പഠിച്ചത്. പിന്നീട് ഇവരുടെ പിതാവ് ഫോട്ടോഗ്രഫിയിൽ തൽപരനായിരുന്നു. പിതാവിൻ്റെ ഫോട്ടോഗ്രഫിക്ക് സ്ഥാപനത്തിൽ ഇവർ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയാണ് സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത്. ആദ്യത്തെ ഇവരുടെ ചലച്ചിത്ര എന്ന് പറയുന്ന കണ്ടുപിടുത്തം സംഭവിക്കുന്നത് നിശബ്ദ ചലച്ചിത്രങ്ങളോട് കൂടിയായിരുന്നു. അതായത് കേവലം ചലിക്കുന്ന ചിത്രങ്ങളായിരുന്നു. ഈ ചലച്ചിത്രം ആധുനിക അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ പ്രത്യേക സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ കഥയോ ഒന്നുമുള്ള ചിത്രങ്ങളായിരുന്നില്ല. കേവലം ചലിക്കുന്ന ചിത്രങ്ങൾ മാത്രമായിരുന്നു. ആദ്യകാലത്ത് ഫ്രാൻസിലെ ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ ഇറങ്ങി വരുന്നതും റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്നതും ഒക്കെയായിരുന്നു ആദ്യത്തെ ഇവരുടെ ചലച്ചിത്രങ്ങൾ. എന്നാൽ ഇവർക്ക് ഫ്രാൻസിൽ ഈ കലയ്ക്ക് അവിടുത്തെ ജനങ്ങൾ വലിയ സ്വീകാര്യതയൊന്നും നൽകിയില്ല. അതിനാൽ ഇവർക്ക് ഇവരുടെ രാജ്യം വിട്ട് ലണ്ടനിലേക്ക് ഇവർക്ക് നാട് വിട്ട് പോകേണ്ടതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. പിന്നീട് അവർ ലണ്ടനിൽ നിന്നും 1896 കാലഘട്ടത്തിൽ ബോംബെയിലെത്തി ഇവരുടെ ചലച്ചിത്ര പ്രദർശനം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, അക്കാലത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചലച്ചിത്രം എന്ന് പറയുന്ന കലയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഈ ഒരു ചലച്ചിത്ര പ്രദർശനത്തോടു കൂടി. അതിനുശേഷം ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ചലച്ചിത്ര കലയെ ഏറ്റെടുക്കുകയും ചലച്ചിത്രത്തെ പഠിക്കുകയും നിരവധി ചലച്ചിത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാലത്തെ ചലച്ചിത്രങ്ങളൊക്കെ നിശബ്ദ ചലച്ചിത്രങ്ങളായിരുന്നു. അതായത് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയിൽ കഥയോട് കൂടിയ, ആശയത്തോടു കൂടിയ സിനിമകൾ പുറത്തിറങ്ങാൻ തുടങ്ങിയതും ചരിത്രം കണ്ടു. ഇതിന് തുടക്കം കുറിച്ച വ്യക്തികൾ ലൂമിയർ സഹോദരന്മാരാണെന്ന് എല്ലാവരും ഓർക്കുക. ഇന്ത്യയിലേക്ക് ഒരു ചലച്ചിത്രം, ഒരു ഫീച്ചർ സ്വഭാവമുള്ള ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ചരിത്രം പറയുന്നത്. ഈ വ്യക്തിയാണ് സിനിമയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു സിനിമ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നത് ചോദിക്കുകയും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെക്കുറിച്ച് പഠിക്കുകയും സിനിമയുടെ കഥ, തിരക്കഥ, ഷൂട്ടിംഗ്, ഡബ്ബിംഗ്, ചിത്രസംയോജനം, ഛായാഗ്രഹണം തുടങ്ങി എല്ലാ മേഖലകളെക്കുറിച്ച് അറിയുകയും ആദ്യമായി അദ്ദേഹം രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമയും നിർമ്മിക്കുകയും ചെയ്തു. ഈ സിനിമയുടെ പ്രത്യേകത, അദ്ദേഹം തന്നെയായിരുന്നു ഈ സിനിമയുടെ സംവിധായകനും ക്യാമറാമാനും ചിത്രസംയോജകനും നിർമ്മാതാവും എല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയുടെ പിതാവായി ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ ലോക സിനിമയുടെ പിതാവായി ലൂമിയർ സഹോദരന്മാരെയാണ് കണക്കാക്കി വരുന്നത്. കേരളത്തിലും ഇതിന് സമാനമായിട്ടുള്ളൊരു ചരിത്രം ഉണ്ട്.
കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയായിരുന്നു JC ഡാനിയൽ. ഇദ്ദേഹമായിരുന്നു മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇദ്ദേഹം നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു വിഗതകുമാരൻ. ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമ നിശബ്ദമായിരുന്നു എന്നതായിരുന്നു. മാത്രവുമല്ല, ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ വിവാദങ്ങൾ കാരണം പിൻവലിക്കേണ്ടതായും ഈ സിനിമ പ്രദർശിപ്പിക്കാനാവാതെ JC ഡാനിയൽ നാടുവിടേണ്ടതായും വന്നു എന്നതാണ് ഈ സിനിമയുടെ ചരിത്രത്തിൽ പറയുന്നത്. അതിന് കാരണമായി വന്നത് ഈ സിനിമയിലെ നായിക കഥാപാത്രമായ PK റോസി എന്ന കീഴാള സ്ത്രീയെ സിനിമയിൽ നായികയാക്കി എന്നതുകൊണ്ട് സവർണ വിഭാഗം ഈ സിനിമയെ പ്രദർശിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ അതിനെ തുടർന്ന് മലയാള സിനിമയിൽ നിരവധിയായിട്ടുള്ള സിനിമകൾ പുറത്തിറങ്ങി എന്നതാണ് പിന്നീട് കണ്ട ചരിത്രം. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമായി വരുന്നത് ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. ഇതിലെ നായിക നടൻ KK അരൂർ എന്ന് പറയുന്ന കാഥികനും നാടക നടനും ആയിരുന്നു. അതുപോലെ മലയാള സിനിമയിൽ ആദ്യമായി ജീവിത നൗക എന്ന് പറയുന്ന സിനിമയാണ് മലയാളത്തിൽ ആദ്യമായി വാണിജ്യ വിജയം നേടിയ ഒരു ഹിറ്റ് ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. 1951 കാലഘട്ടത്തിലായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം. അതിനുശേഷം നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയായി വരുന്നത്. തുടർന്ന് ചെമ്മീൻ, കണ്ടം വെച്ച കോട്ട്, നിർമാല്യം, അങ്ങനെ നിരവധിയായിട്ടുള്ള സിനിമകൾ മലയാളത്തിലും ഇറങ്ങുകയായി. ഇപ്രകാരമാണ് സിനിമ എന്ന അഥവാ ചലച്ചിത്രം എന്ന് പറയുന്ന കലയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. 3 തരത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് ലോക സിനിമയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിനെ തുടർന്ന് ഇന്ത്യയിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടായ കാര്യത്തെക്കുറിച്ചും കേരളത്തിലും ഉണ്ടായ കാര്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.